ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിലെ പ്രധാന സ്തംഭങ്ങളിലൊന്നായ 5 സ്തംഭങ്ങളിലൊന്നായ സക്കാത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സക്കാത്ത് എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വർഷത്തിലൊരിക്കൽ കൊടുക്കേണ്ട, ഒരു സാമ്പത്തികമായി വീട്ടേണ്ട ഒരു ചടങ്ങല്ല. സക്കാത്ത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിലൊന്നാണ്. സക്കാത്ത് നൽകാത്തവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിന് വളരെ കണിശമായ ഭാഷയിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, സക്കാത്ത് തടയുന്നവൻ, സക്കാത്ത് നൽകാത്തവൻ അവൻ നരകത്തിലായിരിക്കും, യൗമുൽ ഖിയാമയിൽ നാം നരകത്തിലായിരിക്കുമെന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സക്കാത്ത് എന്നത് നോമ്പിനെ പോലെ, നമസ്കാരത്തെ പോലെ, ഷഹാദത്ത് കലിമയെ പോലെ, ഹജ്ജിനെ പോലെ ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് സക്കാത്ത് എന്നുള്ളത്. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ സക്കാത്തിനോ സമീപിക്കേണ്ടത്. അതല്ല എങ്കിൽ സക്കാത്ത് ജീവിതത്തിൽ ഇല്ലാത്തവൻ, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തവൾ, അവർ വിശ്വാസമെന്ന, ഇസ്ലാം എന്ന അല്ലെങ്കിൽ മുസ്ലിം എന്ന പദവിയിൽ നിന്ന് ദൂരത്തേക്ക് മാറുന്നു, പദവിയിൽ നിന്ന് വിട്ടുമാറുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. നോമ്പെടുക്കാത്തവനെ നമ്മൾ, നോമ്പ് എടുക്കാൻ ആരോഗ്യമുണ്ടായിട്ടും സകലവിധ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും നോമ്പെടുക്കാത്തവനെ, അവൻ്റെ വിശ്വാസത്തെ അല്ലെങ്കിൽ അവളുടെ വിശ്വാസത്തെ സംശയാസ്പദമായിട്ടാണ് നമ്മൾ വീക്ഷിക്കുന്നത്. സാമ്പത്തികമായ സകലവിധ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്തവനെ നമ്മൾ അവൻ്റെ വിശ്വാസത്തെ സംശയാസ്പദമായി സമീപിക്കാറുണ്ട്. അതുപോലെ തന്നെ നമസ്കാരവും ആ രീതിയിൽ തന്നെയാണ് എന്നതുപോലെ തന്നെയാണ് സക്കാത്തിനോടുമുള്ള ഇസ്ലാമിൻ്റെ സമീപനം. ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ വേണം സക്കാത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ തുടങ്ങാൻ തന്നെ. കാരണം എന്തിനാണ് സക്കാത്ത്, ഇസ്ലാമിൽ സക്കാത്ത് എന്തിനാണ് പ്രധാന ഒരു ഭാഗമായി വെച്ചിട്ടുള്ളത്? നമുക്കറിയാം, റമദാൻ മാസത്തിൽ നോമ്പ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിൽ വിശ്വാസിക്ക് ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തതിൻ്റെ ഒരു നന്ദി പ്രകാശനം എന്ന നിലയിലും കൂടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കിയത് എന്നതുപോലെ തന്നെയാണ് സക്കാത്ത് ഒരേ സമയം തന്നെ നോമ്പിനെ പോലെ അടിസ്ഥാന സ്തംഭങ്ങളിൽ ഒന്നായിരിക്കെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതക്രമത്തെ, ഒരു വിശ്വാസിയുടെ സാമ്പത്തിക മേഖലയെ, ഒരു വിശ്വാസിയുടെ വ്യക്തിപരമായ സംസ്കരണത്തിൻ്റെ ഒരു പ്രധാന ചാലക ശക്തിയായി സക്കാത്ത് മാറുന്നു എന്നുള്ളതാണ് സക്കാത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അതായത് സക്കാത്ത് എന്നത് ഒരേ സമയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും പരിചയപ്പെടുത്തിയ പോലെ തന്നെ വ്യക്തിത്വ സംസ്കരണത്തിൻ്റെ, അയാളുടെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലെയും വ്യവഹാരങ്ങളിലെ സംസ്കരണ ഉപാധിയായിട്ട്, ഒരു സൂചികയായിട്ടും സക്കാത്ത് മാറുന്നുണ്ട്. സക്കാത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, നമ്മളുടെ ഒരു വർഷത്തിൻ്റെ സാമ്പത്തികമായ ഇടപാടുകളെ അത് ശുദ്ധീകരിക്കാനും, നമ്മളുടെ കളക്ഷനെ, നമ്മൾ സമ്പാദിക്കുന്നതിനെ, നമ്മൾ ചെലവഴിക്കുന്നതിനെയെല്ലാം വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുവാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സക്കാത്ത്. അതായത് സക്കാത്ത് എങ്ങനെ ആവണമെന്നുള്ള വിശദീകരണത്തിൽ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്നെ പറയുന്നത്, ഹറാമുകൾ കലരാൻ പാടില്ല, ഹലാലുകൾ മാത്രമേ ഒരാളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ ഉണ്ടാവാൻ പാടുള്ളൂ, ആ ഹലാലിലൂടെ മാത്രമേ സക്കാത്ത് നൽകാൻ പാടുള്ളൂ. അങ്ങനെ അയാൾ ഭക്ഷിക്കുന്നതും അയാൾ ചെലവഴിക്കുന്നതും അയാളും തൻ്റെ കുടുംബത്തിനും നാട്ടുകാർക്കും എന്തൊക്കെ തരത്തിലുള്ള സാമ്പത്തികമായ ചെലവഴിക്കലുകളുണ്ടോ അതെല്ലാം ഹലാലിലൂടെ മാത്രമേ ആവാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരാശയം സക്കാത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ കാശിലൂടെ, ആ സമ്പത്തിലൂടെ മാത്രമേ സക്കാത്ത് നിർവഹിക്കപ്പെടാനും പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളുടെ സാമ്പത്തികമായ സകലവിധ ചിട്ടവട്ടങ്ങളെയും സംസ്കരിക്കുന്ന, അയാളെ അല്ലെങ്കിൽ അവളെ കൂടുതൽ
ആ വിഷയത്തോട് ഏകോപിപ്പിക്കുന്ന, സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രിൻസിപ്പിൾ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന ഒരു ഘടകം കൂടിയിട്ടാണ് സക്കാത്ത്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി, ആ സക്കാത്തിൻ്റെ ചിന്ത ഉള്ള ഒരു വിശ്വാസി ഒരു വർഷത്തിൽ എത്രത്തോളം താൻ ചെലവഴിക്കുന്നു എന്നുള്ളൊരു ബോധം നിലനിർത്തുന്നവനാണ് അല്ലെങ്കിൽ നിലനിർത്തേണ്ടവനാണ്. തൻ്റെ സമ്പത്തിൽ ഏതൊക്കെ സോഴ്സുകളിലൂടെ സമ്പത്ത് തന്നിലേക്ക് എത്തിച്ചേരുന്നു എന്ന് ആലോചിക്കേണ്ടവനാണ്. ഏതൊക്കെ മാർഗങ്ങളിലേക്കാണ് തൻ്റെ സമ്പത്ത് താൻ ചെലവഴിക്കുന്നത് എന്ന് ആലോചിക്കേണ്ടവനാണ്. അതുപോലെ തന്നെ എന്തൊക്കെ സാമ്പത്തിക വിഭവങ്ങളാണ് തൻ്റെ കയ്യിലുള്ളത് എന്ന് വ്യക്തമായ കണക്ക് വരവുകൾ ചേർത്ത് ആ ബോധം നിലനിർത്തേണ്ടവനാണ്. ഇതൊക്കെയുമുള്ള ആൾക്കാർക്ക് മാത്രമേ സക്കാത്ത് കൊടുക്കുവാനും സക്കാത്തിനോടുള്ള കടമ നിർവഹിക്കാനും കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു തരത്തിൽ ഒരു വിശ്വാസിയുടെ ഒരു വർഷത്തെ സാമ്പത്തികമായ സകലവിധ വിനിമയങ്ങളെയും സംസ്കരിക്കുന്ന, സാമ്പത്തികമായ സകലവിധ വിനിമയങ്ങളെയും അത് വളരെ സൂക്ഷ്മതയോടുകൂടി നിലനിർത്തുവാനും പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനെ നിർബന്ധിക്കുന്ന ഒരു ഘടകവും കൂടിയിട്ടാണ് സക്കാത്ത്. ആ ഒരു തരത്തിലാണ് ഒരു വിശ്വാസിയെ അവൻ്റെ ജീവിതത്തെ, സാമ്പത്തിക മേഖലകളിലെ എല്ലാ വിനിമയങ്ങളെയും വ്യവഹാരങ്ങളെയും ആ ഒരു തരത്തിൽ സക്കാത്തിന് സംസ്കരിക്കുവാൻ കഴിയുന്നത്. അങ്ങനെ ജീവിതം സൂക്ഷ്മമായി നിലനിർത്തുന്ന അയാളുടെ സാമൂഹിക, സാമ്പത്തിക, കുടുംബപരമായ, വ്യക്തിപരമായ എല്ലാത്തരം വിനിമയങ്ങളിലെയും ഉണ്ടാവുന്ന സൂക്ഷ്മത എത്ര മനോഹരമായിരിക്കും, എത്ര നന്നായിരിക്കും, എത്ര വിപ്ലവാത്മകവും കൂടിയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് സക്കാത്ത് എന്നുള്ളത് ഒരു വ്യക്തിയെ സംസ്കരിക്കുന്ന ഒരു വിശ്വാസിയുടെ പ്രധാന ഘടകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ സക്കാത്ത് 32ഓളം ഭാഗങ്ങളിലായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഈ 32 ഭാഗങ്ങളിൽ 28ഓളം ഭാഗങ്ങളിൽ സക്കാത്ത് നമസ്കാരവുമായി ചേർത്തുകൊണ്ടാണ് പറയുന്നത്. ഇഖാമത്തു സ്വലാത്ത് വൈതാഉ സക്കാത്ത് എന്നതിൻ്റെ പലതരം വകഭേദങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൽപ്പിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കുക, സക്കാത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായ ഒരാളുടെ സാമൂഹികവും സാമ്പത്തികവുമായ വിനിമയങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും സംസ്കരണമാണെങ്കിൽ, നമസ്കാരം എന്ന് പറയുന്നത് ഒരാളുടെ ആധ്യാത്മികമായ വ്യക്തിപരമായ സംസ്കരണത്തിൻ്റെ ഭാഗമാണ്. ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് നമസ്കാരത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്. വൃത്തികെട്ട, മ്ലേച്ഛപരമായ, വെറുക്കപ്പെട്ട എല്ലാ കാര്യത്തിൽ നിന്നും നമസ്കാരം തടയുന്നു എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെയാണ് മറ്റുള്ള സാമൂഹിക സാമ്പത്തികമായ വിനിമയങ്ങളിലെയും ആ വിഷയങ്ങളെ, അതിൽ വരുന്ന സംഭവങ്ങളെയും വിഷയങ്ങളെയും എല്ലാം സംസ്കരിക്കുന്നതാണ് സക്കാത്ത് എന്നും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പം ഈ രണ്ട് കാര്യവും ചേർത്ത് വെക്കുമ്പോഴാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ നമസ്കാരവും സക്കാത്തും അതിൻ്റെ പരിപൂർണമായ ഭംഗിയോടുകൂടി എത്രത്തോളം തഖ്വയോടുകൂടി നിലനിർത്തുന്നവൻ, അവൻ്റെ നോമ്പും അവൻ്റെ ഹജ്ജും വളരെ എളുപ്പമായി പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് എന്ന് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സക്കാത്ത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യമല്ല. നമ്മൾ പലപ്പോഴും ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവസാനിപ്പിക്കുന്ന ഒരു ചർച്ചയായിട്ടാണ് പലപ്പോഴും ഇസ്ലാമിൻ്റെ ചിന്തകളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ സംസാരിക്കുക. പക്ഷേ ഖുർആനിൻ്റെ ഭാഷയിൽ സക്കാത്ത് അല്ലെങ്കിൽ നമസ്കാരമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പും ഉള്ള പ്രവാചകന്മാർ അവരവരുടെ അതത് സമൂഹങ്ങളോട് കൽപ്പിച്ചതും കൂടിയായിരുന്നു എന്ന് നമുക്ക് പരിശുദ്ധ ഖുർആൻ തന്നെ നോക്കുമ്പോൾ കാണാം. കാരണം ഇസ്മായിൽ അലൈഹി ഇസ്ലാമൊക്കെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് വക്കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സക്കാത്ത് എന്നൊക്കെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് നമസ്കാരം നിലനിർത്തുവാനും അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുവാനും ഒക്കെ കൽപ്പിച്ചതായി ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് സക്കാത്ത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രൂപീകരിച്ച അദ്ദേഹത്തിൻ്റെ ഖൗമിൻ്റെ സംസ്കരണത്തിന് വേണ്ടി കൊണ്ടുവന്ന ഒരാശയം എന്ന തരത്തിലുള്ള പരിചയപ്പെടുത്തലുകൾ അത് ഖുർആനിക വിരുദ്ധമാണ് എന്നുള്ളതും കൂടി പരാമർശിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ, കാരണം അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭമാണ്. ഇസ്ലാം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിച്ച ഒരു വ്യവസ്ഥയോ ഒരു ചിന്തയോ ഒരു ആശയവുമല്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക ജനതയ്ക്ക് നൽകിയ ഒരു ഹിദായത്താണ്. അത് ആ ഒരു ശൃംഖലയിലെ അവസാന കണ്ണിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൻ്റെ കാലമാകുമ്പോൾ അവർക്ക് അനുചിതമായ തരത്തിലുള്ള സക്കാത്തിൻ്റെ നിയമങ്ങളും രീതികളും പഠിപ്പിച്ചു തന്നു എന്ന് മാത്രമാണ് നമുക്ക് ആ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഇത്രയും പറഞ്ഞത് സക്കാത്തിൻ്റെ അനിവാര്യമായ ഒരു ബേസിക് എന്ന നിലയിൽ നമുക്ക് ഉണ്ടാവേണ്ട ചില ചിന്തകളാണ്. അതിൻ്റെ കൂടെ തന്നെ എന്തിനാണ് സക്കാത്ത് എന്തിനാണ് എന്ന് പറയുമ്പോൾ അത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ വ്യക്തിത്വ സംസ്കരണവും അയാളുടെ സാമൂഹിക സാമ്പത്തികമായ സംസ്കരണവും എന്നതിനോടൊപ്പം തന്നെ ഒരു മനുഷ്യനെ തൻ്റെ കൂടെയുള്ളവരെക്കുറിച്ച് ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന, തൻ്റെ കുടുംബക്കാരാവട്ടെ അല്ലെങ്കിൽ ദൂരെയുള്ളവരാവട്ടെ, ബന്ധമില്ലാത്ത ആൾക്കാരുമാവട്ടെ, രക്തബന്ധമില്ലാത്ത ആൾക്കാരുമാവട്ടെ, സമൂഹത്തിലുള്ളവരാവട്ടെ, അത് കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ളവരാവട്ടെ, എല്ലാവരെയും തൻ്റെ ചിന്തയിലേക്ക് ഒരുമിച്ച് കൂട്ടുന്ന ഒരു ആശയം കൂടിയിട്ടാണ് സക്കാത്ത്. താൻ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ കൂടെയുള്ളവരും അവരുടെ സാമ്പത്തികമായ സാമൂഹികമായ ജീവിതാവസ്ഥകളും മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരാശയം കൂടിയിട്ടാണ് സക്കാത്ത്. അതല്ലാതെ വ്യക്തിപരമായ ഒരു സംസ്കരണം എന്നത് മാത്രമല്ല സക്കാത്ത്. അതായത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡായ, സൊസൈറ്റി ഓറിയൻറ്റഡായ ഒരു ജീവി എന്ന നിലയിലാണ് പരിശുദ്ധ ഖുർആനും അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ഭാഗമെന്ന നിലയിൽ ഇസ്ലാം ഒരു വിഷയം പറയുമ്പോൾ അത് വ്യക്തി കേന്ദ്രിതമായ വിഷയം എന്നതും അതിനോടൊപ്പം തന്നെ സാമൂഹിക കേന്ദ്രിതമായ ഒരു വിഷയം കൂടിയിട്ടാണ് ഇസ്ലാമിൻ്റെ എല്ലാ തിയറികളും എല്ലാ ആശയങ്ങളും. അത് തന്നെയാണ് നമുക്ക് സക്കാത്തിലും കാണുവാൻ കഴിയുന്നത്. ആ സക്കാത്തിലൂടെ സമൂഹത്തിനുണ്ടാവുന്ന സകലവിധ വിപത്തുകളെയും പ്രത്യേകിച്ച് സാമ്പത്തികമായ സകലവിധ വിപത്തുകളെയും ദൂരീകരിക്കുവാൻ സക്കാത്തിലൂടെ കഴിയുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് സക്കാത്തുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നോക്കുമ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ഘടകമായി പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സമൂഹത്തിലുള്ള ദരിദ്രരെ എന്നെന്നും ദരിദ്രരായും അവർ എന്നെന്നും അവഗണിക്കപ്പെടേണ്ടവരായും കരുതുന്നത് ഇസ്ലാമികമായ ചിന്തയല്ല. അവരെയും തങ്ങളിലേക്ക് ചേർത്ത് വെക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും അവർക്കും നല്ല സ്വതന്ത്രമായ നല്ലൊരു സാമൂഹിക വ്യവസ്ഥ രൂപപ്പെടുത്തുക എന്നുള്ളതും കൂടി സക്കാത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിത്വ സംസ്കരണവും സാമൂഹികമായിട്ടുള്ള അവബോധവും അവർക്കുള്ള കമ്മിറ്റ്മെൻറ്റും പറഞ്ഞതോടൊപ്പം തന്നെയും സക്കാത്ത് ഒരു ആരാധനയും കൂടിയിട്ടാണ്. ഇസ്ലാമിൻ്റെ ആരാധനയുടെ മറ്റൊരാശയവും നമുക്ക് സക്കാത്തിൽ കാണാൻ കഴിയും. ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം, മറ്റുള്ളവർക്ക് സഹായം നൽകുന്നതോടുകൂടി തന്നെ അതൊരു ആരാധനയായി ഇസ്ലാം പരിചയപ്പെടുത്തുന്നു. നമുക്കറിയാം, സാമൂഹ്യ സേവനം ദൈവാരാധനയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നോമ്പും. ഇസ്ലാമിൻ്റെ എല്ലാ അടിസ്ഥാന സംഭവങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ആരാധനയാണ് എന്ന രീതിയിലും കൂടി ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിന്തയിൽ ഒരാളുടെ ആരാധനയാണ്, ഒരുതരം ദുആയാണ്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇബാദത്താണ്. അതിൻ്റെ കൂടെ തന്നെ സാമൂഹികമായ കമ്മിറ്റ്മെൻറ്റാണ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റാണ്, പേഴ്സണൽ എംപവർമെൻറ്റാണ്, സോഷ്യൽ എംപവർമെൻറ്റാണ് എന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ നമുക്ക് സക്കാത്തിലൂടെ കാണുവാൻ കഴിയും. ഇതിൻ്റെ കൂടെ തന്നെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സക്കാത്ത് എപ്പോഴാണ് നൽകേണ്ടതെന്നുള്ളതാണ്. ആരാണ് നൽകേണ്ടത്? സക്കാത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രചോദനം എന്താണ്? സക്കാത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രചോദനം അത് നിയ്യത്താണ്. അതായത് ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. സമ്പത്തുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ ഹജ്ജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് കാണാം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മക്ക കാണുക, മദീന പോവുക, അവിടെ ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക എന്നുള്ളതെല്ലാം വലിയ സ്വപ്നങ്ങളാണ്. എന്നാൽ അതുപോലെ തന്നെ അതേ സ്വപ്നമായി, അതേ പ്രത്യാശയോടുകൂടി, ആഗ്രഹത്തോടുകൂടി, കൊതിയോടുകൂടി സമീപിക്കേണ്ട ഒരു വിഷയം കൂടിയിട്ടാണ് സക്കാത്ത്. എനിക്ക് എങ്ങനെയൊക്കെ സക്കാത്ത് നൽകാൻ കഴിയും എന്നുള്ളതാണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത്. എങ്ങനെയാണ് എനിക്ക് സക്കാത്ത് നൽകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയുക? അല്ലാതെ സക്കാത്തിൽ നിന്ന് വഴുതി മാറുന്ന, സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ കയ്യിലുള്ള സമ്പത്തിനെ
അതിൽ നിന്ന് ചില ലോ പോയിന്റുകൾ കണ്ടെത്തിക്കൊണ്ട് നിയമത്തിൻ്റെ പഴുതുകൾ കണ്ടെത്തിക്കൊണ്ട് രക്ഷപ്പെടുന്ന രീതി ഒരു വിശ്വാസ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അനുചിതമല്ല എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് സക്കാത്ത് എന്നത് ഹജ്ജിനെ പോലെ തന്നെ വളരെ കൊതിയോടുകൂടി ആഗ്രഹത്തോടു കൂടി മനസ്സിൽ വെക്കേണ്ട ഒരു ആശയവും കൂടിയിട്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത്, അത് സ്വർണമാവട്ടെ, നമ്മുടെ കയ്യിലുള്ള ഏതൊക്കെ തരത്തിലുള്ള റിസോഴ്സുകളാവട്ടെ, സമ്പത്ത് വരുന്ന സോഴ്സുകളാവട്ടെ, അതിലെല്ലാം നമുക്ക് ഏത് തരത്തിൽ സക്കാത്ത് കൊടുക്കാൻ കഴിയും എന്നുള്ള ചിന്ത പുലർത്തേണ്ടത് അനിവാര്യമാണ്. അല്ലാതെ സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്, എങ്ങനെയൊക്കെ രക്ഷപ്പെടാം എന്നുള്ളത്, സക്കാത്തിൽ നിന്ന് താൻ എങ്ങനെ ഒഴിഞ്ഞു മാറാം എന്നുള്ളത്, അത് ചിന്തിക്കുന്നത് ഒരു തരത്തിൽ അത് ഇസ്ലാമിക വിരുദ്ധമായി തന്നെയാണ് നമുക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സക്കാത്തിനെ കുറിച്ചും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ സമ്പത്ത്, നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്ത്, നമ്മളുടേതായ സ്വന്തമായ സമ്പത്ത്, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹ് പറഞ്ഞ രീതിയിൽ, അള്ളാഹ് പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ അള്ളാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സമ്പൂർണ്ണമായി കീഴ്വണങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം കൂടിയിട്ടാണ് സക്കാത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു ഭാരമായി സ്വീകരിക്കാതെ അതിനെ ഇഷ്ടത്തോടുകൂടി സമീപിക്കുകയും തൃപ്തിയോടുകൂടി സമീപിക്കുകയും ഏതൊക്കെ തരത്തിൽ എനിക്ക് സക്കാത്ത് നൽകാൻ കഴിയുമെന്നുള്ള ചിന്തയാണ് വിശ്വാസിക്ക് പുലർത്തേണ്ടതെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ഈ വർത്തമാനം പറഞ്ഞുകൊണ്ട് സക്കാത്തിൻ്റെ പ്രധാനപ്പെട്ട ഷർത്തുകളിലേക്കും അതിൻ്റെ അവകാശികളിലേക്കും നമുക്ക് പോവേണ്ടതുണ്ട്. സക്കാത്തിൻ്റെ പ്രധാനപ്പെട്ട ഷർത്തുകൾ, അതിൻ്റെ നിബന്ധനകൾ എന്ന് പറയുന്നത്, സ്വാഭാവികമായും സക്കാത്ത് കൊടുക്കുന്നവൻ, അതായത് മുസ്ലിമിനാണ് സക്കാത്ത് കൊടുക്കുവാൻ നിർബന്ധമുള്ളത്. അവൻ അല്ലെങ്കിൽ അവൾ അത് മുസ്ലിം ആയിരിക്കണം. രണ്ടാമത്തെ ഷർത്തെന്ന് നിബന്ധനയായി ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്വതന്ത്രനായ മനുഷ്യനായിരിക്കണം. ഏതെങ്കിലും ഒരു തരത്തിൽ സമ്മർദ്ദമുള്ള, ആരുടെ കീഴിലുള്ള അടിമയായ, പലതരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വഹിക്കുന്ന ഒരാളല്ല. സ്വതന്ത്രമായി ചിന്തിക്കുവാനും സ്വതന്ത്രമായി സമ്പാദിക്കുവാനും സ്വതന്ത്രമായി ജീവിക്കുവാനും കഴിയുന്ന ഒരാളാവണം എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ നിബന്ധന. മൂന്നാമത്തത് അത് ഹലാലാവണമെന്നുള്ളതാണ്. ഹറാമായ, നാം ആദ്യത്തെ ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗത്ത് വിശദീകരിച്ചതുപോലെ സക്കാത്ത് എന്നുള്ളത് അത് ഹറാമായ സോഴ്സുകൾ കൂടി ഉണ്ടായ കാശിൽ നിന്ന് കൊടുക്കേണ്ടതല്ല. കാരണം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു മുസ്ലിമിൻ്റെ സമ്പാദ്യത്തിൻ്റെ സോഴ്സുകളെല്ലാം ഹലാലാവണം. അള്ളാഹ് പറഞ്ഞ രീതിയിൽ പറഞ്ഞ സോഴ്സുകളിലൂടെ, പറഞ്ഞ മാർഗത്തിലൂടെ, പറഞ്ഞ ഉദ്ദേശത്തോടു കൂടി സമ്പാദിക്കുന്നതാവണം. അതന്നെയാണ് ഹലാൽ എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സാമ്പത്തിക സോഴ്സുകൾ ഉണ്ടാവാൻ പാടുള്ളതല്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സക്കാത്ത് എങ്ങനെയാണ് ഒരാളുടെ സാമ്പത്തിക മേഖലയെ സംസ്കരിക്കുന്നു എന്നുള്ളത്. ഇതാണ് മൂന്നാമത്തെ ഷർത്തായി, നിബന്ധനയായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. നാലാമത്തത്, ഒരു വർഷത്തിൽ, ഹൗലി എന്നാണ് നമുക്ക് ഫിഖ്ഹിൽ കാണാൻ കഴിയുന്നത്, ഹിജ്രി ഒരു വർഷത്തിൽ അതിൻ്റെ കണക്ക് പൂർത്തിയാവുന്ന തരത്തിലുള്ള സമ്പത്ത് ഒരാളുടെ കയ്യിലുണ്ടാവണം എന്നുള്ളതാണ്. അതിൽ അഞ്ചാമത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഒരാളുടെ അടിയന്തിരമായ ലറൂറത്തുകളെ, അടിയന്തിരമായ ആവശ്യങ്ങൾക്ക് ശേഷമുള്ള സമ്പത്തിൽ നിന്ന് നിസാബ് കണ്ടെത്തണം എന്നുള്ളതാണ്. അതല്ലാതെ അയാളുടെ അടിയന്തിരമായ സമ്പത്തിൽ നിന്ന് തന്നെ കൊടുക്കുക എന്നുള്ളതിലല്ല. അടിയന്തിരം എന്ന് പറയുന്നത് നമ്മൾ അസുലിയായ അല്ലെങ്കിൽ ലറൂറത്ത് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ അത്യാവശ്യമായ, അയാളുടെ ജീവിതവുമായ ചെലവും സകലവിധ ആ വിധവുമായി ബന്ധപ്പെട്ട എല്ലാത്തിൽ നിന്നും കഴിഞ്ഞുകൊണ്ടിട്ടുള്ള അഫു എന്ന് പറയുന്ന മിച്ചം വന്നതിൽ നിന്നാണ് സക്കാത്ത് കൊടുക്കുവാൻ പറയുന്നത്. അവിടെ തന്നെ മറ്റൊരു പ്രധാന ആശയം ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാളുടെ സമ്പത്ത് മുഴുവൻ എടുത്തു കൊടുക്കുക എന്നുള്ളതിലല്ല. വളരെ തുച്ഛമായ അയാളുടെ ഒരു വാർഷികമായി അയാളുടെ തോതിൽ നിന്നുള്ള ഒരു 2.5% മാത്രമാണ് ഇസ്ലാം ഒരു വിശ്വാസിയിൽ നിന്ന് ഫർളായി കൊടുക്കുവാൻ കൽപ്പിക്കുന്നത്. അതും സാമ്പത്തികമായ മെച്ചമായ സാഹചര്യമുള്ള ഒരു വിശ്വാസിയുടെ സമ്പത്തിൻ്റെ 2.5% മാത്രമാണ് കൊടുക്കുവാൻ കൽപ്പിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു വിശ്വാസിയുടെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമിൻ്റെ ആശയമല്ല എന്നും കൂടി നമ്മൾ അതിൽ നിന്ന് പഠിപ്പിക്കുന്നു.
യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. ഖുർആൻ തന്നെ പറയുന്നത് അള്ളാഹു മുസ്ലിങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുണ്ടാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമുണ്ടാക്കുവാൻ അള്ളാഹു ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ള സാമ്പത്തിക സാഹചര്യത്തിൽ നിന്ന് ഭേദപ്പെട്ട ഒരു സാഹചര്യത്തിൽ മിച്ചം വന്നതിലെ അതിൽ 2% കൊടുക്കുവാനാണ് ഇസ്ലാം നിബന്ധനയായി വെക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരാൾക്ക് തൻ്റെ സമ്പത്തിൽ പൂർണ്ണമായ ഉടമാധികാരവും കൂടി വേണം. മറ്റൊരാളുടെ കീഴിൽ തൻ്റേതല്ലാത്ത ഒരു സ്വത്തിൽ ഒരാൾക്ക് എന്തില്ല? സക്കാത്തില്ല. പൂർണ്ണമായ ഉടമാധികാരമുള്ള സമ്പത്തിലാണ് സക്കാത്തുള്ളത്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിബന്ധനയായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിൽ 8ാമത്തെ നിബന്ധനയായി ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം, നമ്മുടെ കയ്യിലുള്ള സ്വത്തിന് അതിനൊരു വളർച്ചയുണ്ടാവുന്ന തരത്തിലുള്ള സോഴ്സിലാണ് സക്കാത്തുള്ളത്. വളർച്ചയ്ക്ക് അനുഗതമായ ഒരു സാഹചര്യമുള്ള സോഴ്സിലാണ് സക്കാത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തം താമസിക്കുന്ന വീടിന് സക്കാത്തില്ല. സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് സക്കാത്തില്ല. നമ്മൾ സാധാരണയായി കൊണ്ട് നടക്കുന്ന നിസാബിന് ഉള്ളിലുള്ള ആഭരണത്തിന് സക്കാത്തില്ല. അങ്ങനെ ഒരു മനുഷ്യന് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്ക് സക്കാത്തില്ല. കാരണം അതൊരു വളർച്ച നൽകുന്ന, ഡെവലപ്മെൻ്റ് ഉണ്ടാവുന്ന സോഴ്സിൽ നിന്നുള്ള കാര്യങ്ങൾക്കാണ് സക്കാത്ത് ഉള്ളതെന്ന് ഇസ്ലാം ആ ഒരു വിഷയത്തിൽ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, ഒരാൾക്കും കടമുണ്ടാവാൻ പാടുള്ളതല്ല. അതായത് ഒരുപാട് കടമുണ്ടായ ഒരു മനുഷ്യന് അവന് സക്കാത്ത് ബാധകമല്ല എന്നും കൂടി നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ അർത്ഥം കടമുണ്ടാക്കിയാൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന ചിന്ത ഇസ്ലാം ശരിയല്ല. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കടം വാങ്ങുന്നതിനെ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല, കടം കൊടുക്കുന്നതിനെ ധാരാളം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാം കൊടുക്കുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. ഇസ്ലാം ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്നതിന് അത്ര പ്രാധാന്യം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വതക്ക എന്ന പേരിലാണ് പരിശുദ്ധ ഖുർആൻ സക്കാത്തിനെ പരിചയപ്പെടുത്തുന്നത് പോലും. ഈ ഒരു ചർച്ചയിൽ നിന്ന് ആരൊക്കെയാണ് സക്കാത്തിൻ്റെ അർഹർ എന്നുള്ള ഒരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിൽ 60ാമത്തെ ആയത്തിൽ സക്കാത്തിന് അർഹരായ ആരൊക്കെയാണ് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ഭാഗത്ത് അള്ളാഹു സക്കാത്ത് എന്ന പദത്തിന് പകരം ഉപയോഗിക്കുന്നത് അസ്വദഖാത്ത് എന്നുള്ളതാണ്. സ്വതക്കകൾ എന്നുള്ള പദപ്രയോഗമാണ്. വളരെ സൂക്ഷ്മമായ ആശയാർത്ഥമുള്ള പദപ്രയോഗമാണ് സ്വതക്ക എന്നുള്ളത്. സ്വതക്ക എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ ഒരാളുടെ ഈമാനിൻ്റെ തസ്ദീഖാണ്, എനിക്ക് ഈമാൻ ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തലാണ് സ്വതക്ക എന്ന് പറയുന്ന ആശയം ഉൾക്കൊള്ളുന്നത്. അതായത് അള്ളാഹ് പറഞ്ഞ പേരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചതിൻ്റെയും പ്രോത്സാഹിപ്പിച്ചതിൻ്റെയും പേരിൽ എൻ്റെ സ്വത്തിൽ നിന്ന്, ഞാൻ സമ്പാദിച്ച എൻ്റെ സ്വത്തിൽ നിന്ന് ആൾക്കാർക്ക്, പൊതുജനങ്ങൾക്ക്, ആവശ്യക്കാർക്ക് ദാനമായി നൽകുക, അത് നാട്ടുകാരെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല, അള്ളാഹുവിൻ്റെ മാത്രം തൃപ്തി, റിള ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൽപ്പിച്ചതിൻ്റെ പേരിൽ ദീനിൽ എൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ്, എൻ്റെ സ്വന്തം താല്പര്യപ്രകാരം ആരും നിർബന്ധിക്കാതെ ഞാൻ ചെയ്ത പ്രവർത്തനത്തിനെയാണ് സ്വതക്ക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരി സ്വതക്കയാണെന്ന് പറഞ്ഞത്. ഒരാളെ നോക്കി വളരെ സ്നേഹത്തോടുകൂടി, സമാധാനത്തോടുകൂടി, പ്രത്യാശയോടുകൂടി പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്ക എന്ന് പറയാൻ കാരണം അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് പോസിറ്റിവിറ്റിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സക്കാത്ത് എന്ന നിയമഭാഷ പറയുന്നതിന് പകരം സ്വതക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനിൽ ഉള്ളിൽ നിന്ന് രൂപപ്പെടേണ്ട താല്പര്യത്തെ ദ്യോതിപ്പിക്കുന്ന പദപ്രയോഗമായ സ്വതക്ക എന്നുള്ള പദം തന്നെ ഉപയോഗിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമസ് സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തു ഖുലൂബുഹും വഫിർ റിഖാബ് വൽ ആരിമീന വഫിസ് സബീൽ വബ്നസ് സബീൽ ഫരീളത്തും മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹകീം. ഇതാണ് വളരെ പ്രധാനം നിറഞ്ഞ സൂറത്ത് തൗബയിലെ 60ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 8ഓളം വിഭാഗത്തെ എണ്ണി പറയുന്നത് നമുക്ക് കാണാം. അതിൽ ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അത് ലിൽ ഫുഖറ എന്ന് പറയുന്ന പദപ്രയോഗമാണ്.
ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഫുഖറ ആര് എന്നുള്ള ഒരു വിശദീകരണവും കൂടി നമുക്ക് തരുന്നുണ്ട്. അതായത് ഫുഖറ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപജീവനത്തിന് പരസഹായം ആവശ്യമുള്ള ആളിനെയാണ് ഫക്കീർ എന്ന് പറയുക. പൊതുവിൽ എല്ലാത്തരം ആവശ്യക്കാർക്കും ഈ പ്രയോഗം ബാധകമാണ്. ശാരീരിക വൈകല്യങ്ങളോ വാർദ്ധക്യമോ കാരണമായി സ്ഥിരം സഹായം ആവശ്യമുള്ളവരും യാദൃച്ഛിക കാരണങ്ങളാൽ താൽക്കാലിക സഹായം അർഹിക്കുന്നവരും സഹായം ലഭിച്ചാൽ മേലിൽ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നവരുമായ അവശരും ഇതിൽ പെടുന്നുണ്ട്. അനാഥർ, വിധവകൾ, തൊഴിൽ രഹിതർ, അത്യാഹിതങ്ങൾക്കിരയായവർ എന്നിവയൊക്കെയും ഫക്കീർ എന്ന പദത്തിൽ ഉൾക്കൊള്ളുന്ന വിഭാഗങ്ങളാണ്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വൽ മസാക്കീൻ എന്നുള്ളതാണ്. അഗതികൾ എന്ന് നമ്മൾ പറയുന്ന ഒരർത്ഥം. ഇതിനെയും വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം നിറഞ്ഞ പദപ്രയോഗമാണ്. നിസ്സഹായത, പ്രാരാബ്ദം, പരാധീനത എന്നൊക്കെ ഉൾക്കൊള്ളുന്ന മസ്കനത്ത് എന്ന പദത്തിൽ നിന്നാണ് ഈ മിസ്കീൻ എന്നുള്ള പദമുണ്ടായത്. അതായത് സാമാന്യ ദരിദ്രരെ അപേക്ഷിച്ച് കൂടുതൽ ഗതിയില്ലാത്തവരാണ് ഈ മിസ്കീന്മാരെന്ന് പറയുന്നത്. ജീവിതാവശ്യങ്ങൾക്കൊത്ത് വരുമാനമില്ലാത്തവരും വളരെ വിഷമിച്ച് കഴിയുന്നവരുമെങ്കിലും അന്യരുടെ മുമ്പിൽ പോയി കൈനീട്ടാൻ അവരെ തടയുന്ന ആത്മാഭിമാനമുള്ള വിഭാഗമാണ് ഈ മിസ്കീൻ. അപ്പോൾ ഇവരുടെ വിഷമാവസ്ഥ കണ്ടറിഞ്ഞുകൊണ്ട് വിശ്വാസികൾ അവരെക്കുറിച്ച് മനസ്സിലാക്കുകയും അവർക്കും കൂടി സകാത്ത് നൽകേണ്ടതുണ്ട് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയത്തിൽ നമ്മളോട് കൽപ്പിക്കുന്നത്. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് മിസ്കീൻ എന്നുള്ള പദത്തിൻ്റെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ വിശദീകരണമാണ്. അതായത് ആൾക്കാർ പൊതുവെ അറിയണമെന്നില്ല ഇവർ മിസ്കീനാണെന്ന്. അതുകൊണ്ട് എങ്ങനെയാണ് ഇവർക്ക് സാമ്പത്തികമായി ഇവർ അർഹപ്പെട്ടതാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുക? അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൻ്റെ കൂടെയുള്ളവരുടെ, ഒരു വിശ്വാസിക്ക് തൻ്റെ കൂടെയുള്ള വിശ്വാസിയുടെ ജീവിത സാഹചര്യങ്ങളും കൂടി തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് മിസ്കീൻ എന്നുള്ള പദം നമ്മെ മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ അൽ മുഅ്മിൻ മിർആത്തുൽ മുഅ്മിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിൻ്റെ കണ്ണാടിയാണെന്ന് പരിചയപ്പെടുത്തുന്നത് പോലെ അത്രത്തോളം സൂക്ഷ്മമായി ഇഴയെടുപ്പമുള്ള ബന്ധം സൂക്ഷിക്കേണ്ടവരാണ് വിശ്വാസികളെന്ന് ഈ പദപ്രയോഗം നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തെ വിഭാഗമാണ് വൽ ആമിലീന അലൈഹ. വൽ ആമിലീന അലൈഹ എന്ന് പറഞ്ഞാൽ സക്കാത്തുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് വൽ ആമിലീന അലൈഹ എന്ന് പറയുക. അതായത് സക്കാത്തിൻ്റെ വിതരണം ചെയ്യുക, അതിൻ്റെ റെക്കോർഡുകൾ ശരിപ്പെടുത്തുക, അതുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരെ, ജോലിക്കാരെയാണ് ഇത് പറയുക. അപ്പം അതിൻ്റെ വ്യത്യസ്തമായ ചർച്ചകളും അവർക്ക് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ വിശദമായ ചർച്ചകൾ നമുക്ക് ഫിഖ്ഹിൽ കാണാം. ചുരുക്കി പറഞ്ഞാൽ സക്കാത്ത് ജോലിക്കാർ, അതായത് സക്കാത്തിന് വാങ്ങുവാൻ, ജനങ്ങളിൽ നിന്ന് ഏറ്റെടുക്കുവാൻ നിയമിക്കപ്പെട്ട ആൾക്കാരെയാണ്. കാരണം അവരും അതിൻ്റെ ഒരു പ്രധാന ഭാഗമെന്ന നിലയിൽ അവർക്കും സക്കാത്ത് ലഭിക്കുവാൻ അർഹരാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി പറയുന്നത്. അടുത്തത് വൽ മുഅല്ലഫത്ത് ഖുലൂബുഹും എന്നുള്ള പദപ്രയോഗമാണ്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണമാണ്, അല്ലെങ്കിൽ പദപ്രയോഗമാണ് വൽ മുഅല്ലഫത്ത് ഖുലൂബ് എന്ന് പറയുന്നത്. അതായത് ഹൃദയാടുപ്പം, മനസ്സുകൾ ഇണക്കപ്പെടേണ്ടവർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ കാലത്തും അതേപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ആദ്യ കാലഘട്ടത്തിലൊക്കെയും ചില ആൾക്കാർക്ക് സാമ്പത്തികമായ സഹായം നൽകുമായിരുന്നു. ഇസ്ലാമിൻ്റെ മേഖലയിൽ അവരെ പിടിച്ചു നിർത്തുവാനും ഇസ്ലാമിലേക്ക് അവരുടെ മനസ്സ് അടുപ്പിച്ച് നിർത്തുവാനും, അല്ലെങ്കിൽ അവരുടെ പലതരത്തിലുള്ള അവരുടെ സ്വാധീനങ്ങൾ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊക്കെ അർത്ഥത്തിലൊക്കെ ആയിരുന്നു ഈ അവർക്ക് മുഅല്ലഫത്ത് ഖുലൂബ് എന്ന് പറയുന്ന വിഭാഗത്തെ നിലനിർത്തിയിരുന്നത്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിയമ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അത് നിർത്തലാക്കി എന്നുള്ള ഒരു ചർച്ചയും കൂടിയുണ്ട്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത് ഇസ്ലാം ദുർബലമായിരുന്ന സാഹചര്യത്തിലാണ് മുഅല്ലഫത്ത് ഖുലൂബ് എന്ന് പറയുന്ന വിഭാഗത്തിന് കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ഇസ്ലാം ശക്തമാണ് എന്നതുകൊണ്ട് തന്നെ ആ ഒരു ചർച്ചയ്ക്ക് അങ്ങനെ വിഭാഗത്തിൻ്റെ ആവശ്യമില്ല എന്നൊരു കാഴ്ചപ്പാടുള്ള ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്നാൽ പോലും
അത് ഉമർലാന്റെ കാഴ്ചപ്പാടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ മുഅല്ലഫത്ത് ഖുലൂബ് എന്ന് പറയുന്ന ഭാഗം പരിശുദ്ധ ഖുർആൻ അത് ഇങ്ങനെ തന്നെ ബാക്കിയാക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇതേപോലെ വീണ്ടും ആവർത്തിക്കപ്പെടേണ്ട, ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന, ഇസ്ലാമിനെ സഹായിക്കുന്ന, അവരുടെ സ്വാധീനങ്ങളാൽ മുസ്ലിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരുപാട് വിഭാഗങ്ങളും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇന്നും മുസ്ലിങ്ങളോടൊപ്പം തന്നെ തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കും കൂടി നൽകാൻ കഴിയുന്ന ഒരു വിഷയമാണ് അൽ മുഅല്ലഫത്ത് ഖുലൂബും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുഅല്ലഫത്ത് ഖുലൂബ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളാവുകയില്ല, അത് നോൺ മുസ്ലിങ്ങളായിരിക്കും ആ വിഭാഗം തന്നെ. അപ്പോൾ അവരേക്കും കൂടി നൽകാൻ കഴിയുന്നതാണ് സക്കാത്ത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഫിർ റിഖാബ്, അതായത് അടിമ മോചനത്തിനും വേണ്ടിയും നമുക്ക് ഇത് ഉപയോഗിക്കാം. അതായത് ഒരു അടിമ, അന്നത്തെ ഒരു സാഹചര്യത്തിൽ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. ആ ഒരു സാഹചര്യത്തിൽ അടിമകൾ തൻ്റെ ഉടമയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സമ്പത്ത് ചിലവഴിക്കാം, അല്ലെങ്കിൽ അടിമ മോചനത്തിന് വേണ്ടി സക്കാത്ത് ഉപയോഗിക്കാം എന്നൊക്കെയുള്ള വിശദീകരണങ്ങളായിരുന്നു അന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരുന്നത്. പക്ഷേ ഇക്കാലത്ത് സാമ്പത്തികമായ അടിമത്തം ശക്തമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ധാരാളം കടങ്ങൾ കൊണ്ട് കുടുങ്ങിയിരിക്കുന്ന, പലതരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, സാമ്പത്തികമായ അടിമത്തമുള്ള ആൾക്കാരെ മോചിപ്പിക്കുവാൻ സക്കാത്ത് ഉപയോഗിക്കാം എന്നുള്ളൊരു വിശദീകരണം ആധുനിക പണ്ഡിതന്മാർ വഫിർ റിഖാബ് എന്ന് പറയുന്ന ഭാഗവുമായി ചേർത്ത് വിശദീകരിക്കുന്നത് കാണാം. അതിൻ്റെ അടുത്ത പദവും കടവുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. വൽ ഗാരിമീൻ എന്ന് പറയുന്ന പദപ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത് കടക്കാരെ സഹായിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് വലിയ അഭിമാനത്തോടെ ജീവിക്കുവാൻ വേണ്ടി, ആർഭാടത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ടി കടം വാങ്ങിക്കൂട്ടിയവരെ കുറിച്ചിട്ടല്ല ഇത് പറയുന്നത്. അത്യാവശ്യത്തിന് കടം വാങ്ങുകയും പക്ഷെ അത് കൊടുക്കാൻ പറ്റാത്തതായിരിക്കുന്ന പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് വൽ ഗാരിമീൻ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ അതായത് കടം മുഴുവൻ വീട്ടിക്കഴിഞ്ഞാൽ തൻ്റെ പക്കൽ നിസാബിൽ കുറഞ്ഞ ധനം മാത്രം അവശേഷിക്കുന്ന കടബാധ്യസ്ഥർക്ക് സക്കാത്ത് നൽകാം. അവർ വരുമാനമുള്ളവരോ തൊഴിൽ രഹിതരോ ആവട്ടെ, സാധാരണ ഭാഷയിൽ ധനികരോ ദരിദ്രരോ ആവട്ടെ, ഏതു വിധത്തിലും സക്കാത്ത് ധനത്തിൽ നിന്ന് അവർക്ക് സഹായം നൽകാവുന്നതാണ്. എന്നാൽ അവിഹിത മാർഗങ്ങളിലും ആഡംബരങ്ങളിലും ദുർവ്യയം ചെയ്തത് മൂലം സ്വയം കടത്തിലാണ്ടവരാണെങ്കിൽ അവർക്ക് സക്കാത്ത് നൽകാൻ പാടില്ലെന്ന് ഒട്ടുമിക്ക ഫുഖഹാക്കളും അഭിപ്രായപ്പെട്ടു എന്നതായി മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ തഫീമുൽ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ കടവും എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വഫി സബീൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇടപെടുന്ന സകലവിധ വിഷയങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഇടപെടുന്നവർക്ക് സക്കാത്തുണ്ട്. ചില പണ്ഡിതന്മാർ ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിൽ ഇടപെടുന്ന ആൾക്കാർക്കാണ്, മുജാഹിദുകൾക്കാണ് ഇതെന്ന് വിശദീകരിക്കുന്നുണ്ട്. അതല്ല, അള്ളാഹുവിൻ്റെ മാർഗം എന്ന് പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും ഇടപെടുന്നവർക്കും അത്യാവശ്യക്കാർക്ക് സക്കാത്ത് നൽകാൻ കഴിയുമെന്നുള്ളൊരു വിശദീകരണമാണ് പണ്ഡിതന്മാർ ബഹുഭൂരിപക്ഷവും വിശദീകരിക്കുന്നത്. അതിൽ അവസാനം എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വബ്നു സബീൽ എന്നുള്ളതാണ്. അതായത് സഞ്ചാരികളെ സേവിക്കുവാനും കൂടി വേണ്ടിയിട്ടാണ് സക്കാത്ത്. ബുദ്ധിമുട്ടിപ്പോകുന്ന, വഴിയിൽ അകപ്പെട്ടു പോയ ആൾക്കാരെയും ഇബ്നു സബീൽ എന്ന് വിശദീകരിക്കുന്നു. ചില പണ്ഡിതന്മാർ ഇബ്നു സബീൽ എന്ന് പറയുന്നത് പ്രാന്തവൽക്കരിക്കപ്പെട്ട, മാർജിനൈസ് ചെയ്യപ്പെട്ട, പുറംതള്ളപ്പെട്ട ആൾക്കാരെയും ഇബ്നു സബീൽ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്താമെന്നൊക്കെയുള്ള വിശാലമായ ചർച്ചകളുണ്ട്. ഇത്രയും പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫരീളത്തും മിനല്ലാഹ്, ഇതെല്ലാം അള്ളാഹു നിർദ്ദേശിച്ച ഒരു കടമയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു സകലതും അറിയുന്നവരും യുക്തിമാനുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ കൂടി നമ്മെ പറയുന്നുണ്ട്. അതായത് ഇത്രയും പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, സക്കാത്ത് എന്നുള്ളത് അത് അള്ളാഹു ഒരു മനുഷ്യന് നൽകിയ അമാനത്തിൽ നിന്ന് അള്ളാഹു ഇന്ന ആൾക്കാർക്ക് കൊടുക്കുവാൻ കൽപ്പിക്കുന്നതാണ് സക്കാത്ത്. അൽ മാൽ മാലുള്ള എന്നുള്ളതാണ് ഇസ്ലാമിൽ സമ്പത്തിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെ, നിയമം തന്നെ. മാൽ, സമ്പത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ സമ്പത്താണ്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയതാണ്, അള്ളാഹ് കൽപ്പിക്കുന്നു, അത് കൊടുക്കുവാൻ പറയുന്നു. സക്കാത്ത് എന്നുള്ള ഒരു ഔദാര്യമായ ഒരു പ്രവർത്തനമല്ല. സക്കാത്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത് ഹഖ്ഖുൽ ലിസാഇൽ വൽ മഹ്റൂം, ഓരോ വിശ്വാസിയുടെയും സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്കും തടയപ്പെട്ടവർക്കും അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. ഒരു മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഔദാര്യമായിട്ട്
സക്കാത്തിനെ ഇസ്ലാം പറയുന്നില്ല. അത് അവകാശമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ഫരീളത്തും മിനല്ലാഹ്, അള്ളാഹു അത് ഫർളായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു ബോധം നിലനിർത്തിക്കൊണ്ട് വേണം സക്കാത്തിനെ നമ്മൾ സമീപിക്കേണ്ടത്. എങ്ങനെയെങ്കിലും തൻ്റെ സാമ്പത്തിക സോഴ്സുകളിൽ നിന്ന് ലോ പോയിന്റുകൾ കണ്ടെത്തി സക്കാത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നതിനേക്കാളും അപ്പുറം തൻ്റെ കയ്യിലുള്ള സ്വർണമാവട്ടെ, സമ്പത്താവട്ടെ, ഏതൊക്കെ വരുമാനങ്ങളാവട്ടെ, അതിൽ നിന്നൊക്കെ എങ്ങനെ സക്കാത്ത് നൽകാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയാണ് വിശ്വാസി പുലർത്തേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയൊക്കെ എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന അതേപോലെ തന്നെ എങ്ങനെയൊക്കെ എനിക്ക് സക്കാത്ത് നൽകാൻ കഴിയും എന്നുള്ളൊരു ചിന്തയാണ് വിശ്വാസി പുലർത്തേണ്ടത്. തൻ്റെ കയ്യിലുള്ള സമ്പത്തിനെ സംസ്കരിക്കുവാൻ ഞാൻ നിർബന്ധിതനാണ്, ഞാൻ കടമപ്പെട്ടവനാണ്, എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഒരു സംസ്കരണത്തിലൂടെ ഞാനും സംസ്കരിക്കപ്പെടുന്നു. ആ ഒരു സംസ്കരണത്തിലൂടെ എൻ്റെ കൂടെയുള്ളവർക്കും ക്ഷേമം അനുഭവിക്കുന്നു എന്നുള്ളൊരു ബോധം നിലനിർത്തേണ്ടവനാണ് വിശ്വാസി എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് എന്ന് പറയുന്ന ആശയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സക്കാത്തിനോട് വിശ്വാസപരമായ വ്യക്തി സംസ്കരണത്തിൻ്റെ വിഷയമായ സാമൂഹിക നവോത്ഥാനത്തിൻ്റെ, സാമൂഹിക പരിഷ്കരണത്തിൻ്റെ, സാമൂഹികപരമായ വികസനത്തിൻ്റെ ഒരു ആശയം എന്ന നിലയിൽ കൂടി സക്കാത്തിനെ സമീപിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾക്ക് ഒരു വിശ്വാസിക്ക് വിശ്വാസിയായി ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ഷഹാദത്ത് കലിമയെ പോലെ, നമസ്കാരം പോലെ, നോമ്പിനെയും ഹജ്ജിനെയും പോലെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭമായി സക്കാത്തിനെ പരിശുദ്ധ ഖുർആൻ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ഒരു വിശ്വാസിക്ക് വിശ്വാസിയായി ജീവിക്കണമെങ്കിൽ അതനുഷ്ഠിച്ചേ പറ്റൂ എന്നതുകൊണ്ടാണ്. ആ ഒരു ചിന്ത നിലനിർത്തിക്കൊണ്ട് തൻ്റെ കയ്യിലുള്ള സമ്പത്തിൽ നിന്ന് എങ്ങനെയൊക്കെ എനിക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ള ചിന്തയാവണം നമുക്കുണ്ടാവേണ്ടത്. ആ ഒരു ചിന്തയിലൂടെ നമ്മൾ സ്വയം സംസ്കരിക്കുകയും നമ്മളുടെ സമ്പത്തിലൂടെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ അത് അവരുടെയും വളർച്ച തൻ്റെ വളർച്ചയും കൂടിയായി കരുതുന്ന ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തുവാനും കൂടി വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സക്കാത്തിനോട് ആ ഒരു മാനസികാവസ്ഥയോട് സമീപിക്കുവാനും ആ ഒരു തരത്തിൽ തൻ്റെയോടൊപ്പം തൻ്റെ സമൂഹവും തൻ്റെ കൂടെയുള്ളവരും വളരണം എന്ന ഒരു മോഹവും കൂടി ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.